ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മളുടെ ഇന്ത്യയിലെ സ്റ്റീൽ വ്യവസായം ഒത്തിരി നാളായിട്ട് ചൈനയിൽ നിന്നുള്ള സ്റ്റീൽ ഇറക്കുമതിയുടെ വലിയൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുക. ഈ വാർത്ത നമ്മൾ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞാണ്. അതായത് വൻതോതിലുള്ള ചീപ്പർ റേറ്റിലുള്ള ചൈനീസ് സ്റ്റീലിൻ്റെ ഇറക്കുമതി കാരണം നമ്മളുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നല്ല ഒട്ടുമിക്ക എല്ലാ സ്റ്റീൽ മാനുഫാക്ചറേഴ്സും വളരെ കാലമായിട്ട് അടച്ചുപൂട്ടലിൻ്റെയൊക്കെ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കണം. കാരണം ചൈനയിൽ നിന്നുള്ള വിലക്കുറച്ച സ്റ്റീൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ മാനുഫാക്ചറേഴ്സിന് അതിനെ കോമ്പീറ്റ് ചെയ്യാൻ തരത്തിലുള്ള പിന്നെ വിലയിൽ അത് വിറ്റഴിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ വ്യവസായത്തെ ആ സ്റ്റീൽ വ്യവസായത്തെ വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയും അതുപോലെ തന്നെ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾ ഈ പറഞ്ഞ വലിയ തോതിലുള്ള ചൈനയുടെ ഭീഷണികൾ നേരിടുന്ന രാജ്യമാണ്. ഇന്ത്യയും വിയറ്റ്നാം മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളും തന്നെ. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഇറക്കുമതി ചെയ്യുന്ന സൗത്ത് കൊറിയ, ചൈന കഴിഞ്ഞാൽ പിന്നെ സൗത്ത് കൊറിയ, ജപ്പാൻ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ്. ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ സ്റ്റീൽ മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡ്യൂസറാണ് ഇന്ത്യ. എങ്കിൽ തന്നെയും ഇന്ത്യക്ക് ചൈനയിൽ നിന്നുള്ള ഈ വൻതോതിലുള്ള ഈ ഡംപിങ് കാരണം ഇന്ത്യൻ വ്യവസായം ആകപ്പാടെ ഗതികെട്ട് മുരടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞത്. അപ്പം ഇപ്പോഴത്തെ നമുക്ക് ലേറ്റസ്റ്റ് വാർത്ത എന്നല്ല, ഇന്ത്യ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച്, കാരണം ഇന്ത്യ ഏത് വിഷയം വരുമ്പോഴും നമുക്കറിയില്ല, ഇന്ത്യ വരെ നമ്മളിത് ഒബ്സർവ് ചെയ്യുകയാണ്, പഠിക്കുകയാണ്, പഠിച്ചതിന് ശേഷം മാത്രം ഓക്കെ അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ നേരത്തെ തന്നെ ഗവൺമെൻറ് ഇതിനെക്കുറിച്ച്, കാരണം സ്റ്റീൽ ഇൻഡസ്ട്രിയൽ സെക്ടർ, സ്റ്റീൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്റ്റീൽ മാനുഫാക്ചറിങ് സെക്ടർ ഗവൺമെൻറ്റിനോട് നേരത്തെ തന്നെ ഈ ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗവൺമെൻറ് കുറേ കാലമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് 12% സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു സാധനം ചൈനയുടെ സ്റ്റീലിൻ്റെ മുകളിലേക്ക് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഏകദേശം തീരുമാനമെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനയ്ക്ക് മുട്ടൻ പണി കൊടുക്കാൻ ട്രംപ് മോഡൽ കടമെടുത്ത് ഇന്ത്യ. കടമെടുത്താൽ ട്രംപിൻ്റെ മോഡൽ കടമെടുത്തുന്നതാണ് ചൈനീസ് കമ്പനികൾക്ക് ഇരുട്ടടി. അതായത് ചൈനീസ് കമ്പനികളെ, അതായത് സ്റ്റീൽ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളെ ഗുരുതരമായിട്ട് ഇന്ത്യയുടെ ഈ വ്യാപാര നയം ബാധിക്കും. ചൈനയിൽ നിന്ന് വരുന്ന സാധനം ഗുണമേന്മ കുറഞ്ഞതാണ്, അതുകൊണ്ട് അവർക്ക് വളരെ ചീപ്പ് റേറ്റിൽ നമ്മുടെ രാജ്യത്ത് വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ഒരു ഇമർജിങ് അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമി ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു എക്കോണമിയുടെ, എപ്പോഴും നമ്മൾ ഏത് രാജ്യത്തിൻ്റെ എക്കോണമി എടുത്തു നോക്കിക്കഴിഞ്ഞാലും വളർച്ച നേരിടുന്ന അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമി ആണെങ്കിൽ, ഒരു രാജ്യമാണെങ്കിൽ അതിൻ്റെ ആ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു പിന്നെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീല്, സിമൻറ്റ് ഇതുപോലുള്ള മേഖലകൾക്കൊക്കെ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കൺസംഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് ആയിരിക്കും ഏത് രാജ്യത്തും. അപ്പോൾ ആ ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്നത് ആ രാജ്യത്ത് ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദനം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളിൽ നിന്ന് മേടിച്ചിട്ട് മാത്രമേ നമുക്ക് ആ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമി ആയതുകൊണ്ടും ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച എന്തുവായാലും ഏത് രീതിയിലായാലും സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് വളരുമെന്നുള്ള സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് സിമെൻറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും അയൺ ആൻഡ് സ്റ്റീലിൻ്റെയൊക്കെ കൺസംഷൻ അല്ലെങ്കിൽ ഉപഭോഗം അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വർദ്ധിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നമുക്ക് അത് സഫീഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അല്ലെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷനെ മീറ്റ് ചെയ്യാൻ ആഭ്യന്തര ഉൽപ്പാദനത്തിന് കഴിയുന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് നമ്മൾ വെളി രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു പ്രോഡക്റ്റിൻ്റെയും കമ്മോഡിറ്റിയുടെയും ബേസിക് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രേഡിൻ്റെ ആ ഒരു സിസ്റ്റം അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ചീപ്പർ റേറ്റിൽ, വില കുറഞ്ഞ സ്റ്റീല് ആണെങ്കിൽ തന്നെയും ചീപ്പർ റേറ്റിൽ വൻതോതിൽ ചൈനയിൽ നിന്നും കാലങ്ങളായിട്ട് ഇന്ത്യയിലേക്ക് സ്റ്റീൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് തടയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ പറഞ്ഞ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്നുള്ളൊരു 12%, അത് ട്രംപിൻ്റെ മോഡൽ, ട്രംപ് ഇപ്പോൾ എല്ലാവർക്കെതിരെയും ടാരിഫ് ഏർപ്പെടുത്തിക്കിട്ടിരിക്കുന്നല്ലോ. കാരണം അമേരിക്കൻ വ്യവസായങ്ങളെ അല്ലെങ്കിൽ അമേരിക്കൻ എക്കോണമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അതിനെ പ്രൊട്ടക്ഷനിസം എന്നാണല്ലോ പറയുന്നത്. ആ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി താരിഫ് ഏർപ്പെടുത്തുന്നതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ ഒരു ചൈനയുമായിട്ടുള്ള താരിഫ് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് ഇതിനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്.
അപ്പോൾ അതിൻ്റെ ശുപാർശ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ എത്രയാണ്? ചൈനയിൽ നിന്നുള്ള സ്റ്റീലിന് 12% കൂടുതൽ അധിക നികുതി ചുമത്താനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അപ്പം അമേരിക്ക ചൈനീസ് സ്റ്റീലിൻ്റെ മുകളിൽ ഈ പറഞ്ഞ ഡ്യൂട്ടി, ട്രംപിൻ്റെ ടാരിഫുണ്ട്. അപ്പം തീർച്ചയായിട്ടും ചൈനയ്ക്ക് അമേരിക്കൻ മാർക്കറ്റ് നഷ്ടപ്പെടും. അപ്പോൾ തൽഫലമായിട്ട് കൂടുതൽ ചൈനയുടെ എക്സ്പോർട്ട് ഇന്ത്യയെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യ ഫോക്കസ് ചെയ്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വൻതോതിൽ ചൈനയുടെ സ്റ്റീൽ ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ അത് ഓൾറെഡി ദുർബലമായിരിക്കുന്ന നമ്മുടെ സ്റ്റീൽ വ്യവസായ മേഖലയെ അത് വീണ്ടും വളരെയധികം പിന്നെ പരിതാപകരമാക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൊമേഴ്സ് മിനിസ്ട്രി ഒരു 200 ദിവസത്തേക്ക്, മാർച്ച് 18-നാണ് ഇതിൻ്റെ പ്രിലിമിനറി ഡിസിഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 200 ദിവസത്തേക്കാണ് ഇത് ഇമ്പോസ് ചെയ്യാൻ പോകുന്നത്, 12%. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. ഈ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇന്ത്യ, പിന്നെ വിയറ്റ്നാം ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ ചൈനീസ് സ്റ്റീലിൻ്റെ വൻതോതിലുള്ള ഇറക്കുമതിയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചീപ്പർ ഇൻഫ്ലോ, ഇന്ത്യയെ പോലെ തന്നെ സൗദി അറേബ്യ, വിയറ്റ്നാം, ചിലി ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയ്ക്കെതിരെ ഇതുപോലുള്ള പരിപാടികൾ ഏർപ്പെടുത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ ഏകദേശം അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. കാരണം സൗദി അറേബ്യയും ചിലിയും വിയറ്റ്നാമും എല്ലാം ഈ പ്രശ്നങ്ങൾ നേരിടുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ചൈനയുടെ പ്രൊഡ്യൂസേഴ്സ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഡൊമസ്റ്റിക് കൺസംഷന് ആവശ്യമുള്ളതിലും ചൈന സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്റ്റീല് ഏത് ഉൽപ്പന്നമായാലും, ഇപ്പം ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് കൺസംഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ഒരു ഉദാഹരണമാണ്. ഇപ്പം ഇന്ത്യയിൽ നമ്മൾ അരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആഭ്യന്തര കൺസംഷൻ, ഉപഭോഗത്തിന് ആവശ്യമായതിൽ കൂടുതൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് ഒരു എക്സ്പോർട്ട് മാർക്കറ്റ് കണ്ടുപിടിച്ചേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അരി, ബാക്കിയുള്ള അരി, അല്ലെങ്കിൽ ഗോതമ്പെങ്കിൽ ഗോതമ്പ്, അല്ലെങ്കിൽ പഞ്ചസാരയെങ്കിൽ പഞ്ചസാര, അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്തേ വരത്തുള്ളൂ. അപ്പോൾ ചൈനയിലെ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഭ്യന്തര കൺസംഷനും കവിഞ്ഞ് അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ അധികം ബാക്കിയുള്ള പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷനെ അവർക്ക് എക്സ്പോർട്ട് ചെയ്ത് ആ രാജ്യത്തുനിന്ന് അവർക്ക് കയറ്റി അയച്ചേ വരത്തുള്ളൂ. അപ്പോൾ അത് ഈ കയറ്റി അയക്കുന്ന സ്റ്റീലുകൾ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് അവർ വളരെ കുറഞ്ഞ വിലയിൽ ഡംപിങ് എന്നാണ് ഞാൻ ശരിക്കും പറയുന്നത്. എന്നുവെച്ചാൽ ഏത് രാജ്യത്തേക്കാണോ കയറ്റി അയക്കുന്നത് ആ രാജ്യത്തിൻ്റെ ആ സമാനമായിട്ടുള്ള വ്യവസായത്തെ തകിടം മറിക്കാൻ വേണ്ടി ഈ ചൈന ഇതുപോലുള്ള സ്റ്റീൽ മാത്രമല്ല, ഒട്ടുമിക്ക അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡ്യൂട്ടി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീൽ മാനുഫാക്ചേഴ്സ്, ഇപ്പോൾ ടാറ്റയുടെ സ്റ്റീലുണ്ട്, ജിൻഡാൽ സ്റ്റീല്, ആൻഡ് പവർ, അതുപോലെ തന്നെ JSW സ്റ്റീല്, അങ്ങനെ ചെറുതും വലുതായിട്ടുള്ള ഒത്തിരി സ്റ്റീൽ മാനുഫാക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം തൽക്കാലം ഒരു റിലീഫ് കിട്ടും എന്നുള്ളതിൽ. അപ്പോൾ ചൈനയുടെ മേൽ നമ്മൾ ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി വരുന്ന ഉൽപ്പന്നങ്ങൾക്കും വില വളരെ കൂടുതലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വില കൂടുതലാകുമ്പോൾ അത് നമ്മളുടെ ആൾക്കാർ വാങ്ങിക്കാനുള്ള സാധ്യതകൾ കുറവാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. പൂർണ്ണമായിട്ട് നിൽക്കത്തില്ല, കുറേയൊക്കെ അതിനകത്തിൽ പിന്നെ മാറ്റങ്ങളുണ്ടാകും. പൂർണ്ണമായിട്ട് 100% ചൈനീസ് സ്റ്റീല് ഇങ്ങോട്ട് വരുന്നത് നിൽക്കത്തില്ല. കാരണം 12% ഡ്യൂട്ടിയേ ഉള്ളൂ. വില വളരെ കൂടുതലായിരിക്കും, ഇപ്പോൾ ഉള്ളതിനേക്കാൾ വില വളരെ കൂടുതലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് വാങ്ങിക്കാനുള്ള സാധ്യത കുറയുകയും നമ്മളുടെ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ അതിലും കുറച്ച് നമുക്ക് വിലയിൽ നമുക്ക് വിൽക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക്കലി അത് വിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റായിട്ടുള്ള അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം 2024 ആദ്യത്തെ 7 മാസം തന്നെ ചൈനയുടെ സ്റ്റീലിൻ്റെ ഇമ്പോർട്ട് ഏകദേശം 80% വർദ്ധിച്ച് 1.6 മില്യൺ ടണ്ണോളമായിരുന്നു. അപ്പം വളരെയധികം ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചൈന നമ്മുടെ മാർക്കറ്റിലേക്ക് ഡംപ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പം അത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും എക്കോണമിയുടെ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മാനുഫാക്ചറിങ് സെക്ടർ എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാക്ക് ബോൺ തന്നെയാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, സിമെൻറ്റ് മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ സിമെൻറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ ഇതൊക്കെ ആഭ്യന്തരമായിട്ട് വളരെ ക്രൈസിസ് നേരിടുകയാണെങ്കിൽ ആ രാജ്യത്തിന് അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്നവരാണ്. പ്രത്യേകിച്ച് ചൈനയെപ്പോലുള്ള
പുറത്തു നിന്നുള്ള സ്റ്റീലും അല്ലെങ്കിൽ സിമെൻറ്റും അതുപോലുള്ള ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസിനൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ തന്നെ സുരക്ഷയെ തന്നെ വൻതോതിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ് 2024 തന്നെ ചൈന ഇന്ത്യ തമ്മിലുള്ള ട്രേഡിൽ $94 ബില്യൺ സർപ്ലസ് ആയിരുന്നു ചൈനയ്ക്കുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഈ സ്റ്റീലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സമസ്ത മേഖലകളിലും ചൈന പിടിമുറുക്കിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ എക്കോണമിയുടെ മുകളിൽ അവർക്ക് വളരെ പിന്നെ ആഴത്തിലുള്ള സ്വാധീനം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതകളാണ് അതുപോലെ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള പ്രൊവാക്റ്റീവായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ, കാരണം ട്രംപ് എടുക്കുന്ന പോലെ വളരെ ബോൾഡായിട്ടുള്ള പെട്ടെന്ന് തന്നെയുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വ്യവസായ മേഖലകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് പറ്റത്തില്ല, കാരണം ചില വിട്ടുവീഴ്ചകളൊക്കെ പല മേഖലകളിലും ചെയ്തേ പറ്റുള്ളൂ. എന്നാലും അടിസ്ഥാനപരമായിട്ട് ബേസിക് ആയിട്ടുള്ള ചില മേഖലകളുണ്ട്, സെക്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ അല്ലെങ്കിൽ സിമെൻറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്ത് തീർച്ചയായിട്ടും ആ മേഖലകളൊക്കെ തന്നെ നമുക്ക് വൻതോതിൽ വികസിപ്പിച്ചെടുത്ത് നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള പിന്നെ ഉപഭോഗത്തെ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമാണ്. അപ്പം അതിന് പകരം നമ്മൾ ചൈനയെ പോലുള്ള രാജ്യത്തു നിന്ന് വൻതോതിൽ ഇറക്കുമതി ചെയ്തിട്ട് നമ്മുടെ ആഭ്യന്തര വ്യവസായങ്ങളെ നശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ രൂക്ഷമായിട്ടുള്ള ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി ഭാവിയിൽ നമുക്കങ്ങനെ പല മേഖലകൾ ഓരോരോ മേഖലകൾ നമുക്ക് ചൈനയുടെ മുമ്പിൽ അടിയറ വെക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെവറൽ ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സ്റ്റീൽ മാനുഫാക്ചറേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ബോഡീസ് ഒക്കെ ഉണ്ടാകും. എല്ലാ സെക്ടറിലുള്ളതിന് സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ബോഡീസ് ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ട് തീർച്ചയായിട്ടും ഈ സെക്ടറിനെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അവർ നേരത്തെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ തീരുമാനം വന്നിട്ടുള്ളത്. അതേതായാലും തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമാണ്. അതിനെ നമുക്ക് വെൽക്കം ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ ആഭ്യന്തര തന്ത്രപരമായിട്ടുള്ള പല മേഖലകളിലെ ഇതുപോലെ തന്നെ മറ്റ് ഇതുപോലുള്ള രാജ്യങ്ങൾ കൈയടക്കി അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിലാക്കുന്നതിന് പകരം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തീരുമാനത്തെ നമുക്ക് തീർച്ചയായിട്ടും വെൽക്കം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യൻ ഈ മാനുഫാക്ചറേഴ്സ് ഫേസ് ചെയ്യുന്ന വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ നമുക്ക് വളരെ വില കൊടുത്ത് മേടിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഫൈനൽ പ്രോഡക്ട്സ് ഈ ചീപ്പായിട്ട് അവർക്ക് ഓഫർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത് 1200 ദിവസത്തേക്കാണ് 12% അധിക നികുതി ചുമത്തുക. ബാക്കിയുള്ളത് പിന്നീട് വരുന്ന റെക്കമെൻഡേഷൻ എന്നാണ് നമുക്ക് അതിനനുസരിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പം വരുന്ന ദിവസങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഇതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പല നമ്മുടെ ആഭ്യന്തര തദ്ദേശീയ കമ്പനികൾ അല്ലെങ്കിൽ ഉൽപ്പാദകർ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഈ സ്റ്റീലിൻ്റെ വരവ് കാരണം വളരെയധികം അടച്ചുപൂട്ടലിൻ്റെ ഭീഷണി നേരിടുക. ഇത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അടച്ചുപൂട്ടലിൻ്റെ ഭീഷണി നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വളരെ വ്യാപകമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കും. ഒത്തിരി ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും. നമുക്ക് പ്രധാനപ്പെട്ട സെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഈ പറഞ്ഞ മേഖലകളിലൊക്കെ നമുക്ക് ഈ മാനുഫാക്ചറേഴ്സിന് നമുക്ക് നഷ്ടമാണെങ്കിൽ അത് നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അപ്പം അത് നമ്മളെ ഭരിക്കുന്ന ഗവൺമെൻറ് ആര് തന്നെ ആയാലും ശരി, അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താണ് പറയുന്നത് മിസ്മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവിൻ്റെ കാരണം കൊണ്ടാണെന്ന് മാത്രമേ നമുക്കതിനകത്തിൽ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ സ്റ്റീൽ കമ്പനികൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടാണ്. ഒത്തിരി നാളുകൊണ്ട് ഈ പറഞ്ഞൊരു റിക്വസ്റ്റ് ഗവൺമെൻറ് മുമ്പിലുണ്ട്. പക്ഷേ അവർ വെയിറ്റ് ആൻഡ് സീ എന്നുള്ളൊരു പോളിസിയുടെ ഭാഗമായിട്ട് നിന്നതുകൊണ്ടാണ് ഇതുവരെ അതിനകത്തൊരു ചുവടുവയ്പ് ഉണ്ടാകാതിരുന്നത്. അപ്പം ട്രംപ് കാണിക്കുന്ന പോലെ തന്നെ ഇന്ത്യയും ഇതുപോലെ തന്നെ നമുക്ക് ഭീഷണികൾ ഉണ്ടാക്കുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേഖലകളിൽ ഇതുപോലുള്ള ടാരിഫുകൾ ഏർപ്പെടുത്തി ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഏത് നേരം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളതിനാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നത്. അത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ് അക്കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥതയും പ്രൊവാക്റ്റീവായിട്ട് മുന്നോട്ട് വരികയും ചെയ്യണം. കാരണം എന്തൊക്കെയായാലും ശരി നമ്മളുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് സെക്ടറാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ നമ്മുടെ വളർന്നു വരുന്ന എക്കോണമിയുടെ ഒരു സവിശേഷത നമുക്ക് കൂടുതൽ എക്സ്പോർട്ട്, എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് എക്സ്പോർട്ട് വിദേശത്തൊക്കെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ എക്കോണമിയെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ മേഖല ഇങ്ങനെ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണി നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എക്സ്പോർട്ടിനെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും,
അല്ലെങ്കിൽ ആ എക്സ്പോർട്ടിനെ ഇൻക്രീസ് ചെയ്താൽ നമുക്ക് അങ്ങനെ കൂടുതൽ ഫോറിൻ കറൻസി നമുക്ക് ലഭിക്കും. ഫോറിൻ കറൻസി നമുക്ക് ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയെ തന്നെ ദുർബലപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനോ അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എക്കോണമി എന്ന രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഏതെല്ലാം മേഖലകളുണ്ടോ ഇങ്ങനെ ഭീഷണികൾ നേരിടുന്ന ആ മേഖലകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അതിൽ പൊളിറ്റിക്സ് അല്ല പ്രധാനം, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഒരു തീരുമാനം വളരെ വെൽക്കം ചെയ്യാവുന്നൊരു തീരുമാനമാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റു മേഖലകളെയും കേന്ദ്ര ഗവൺമെൻറ് പ്രൊട്ടക്ട് ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ്. അപ്പം അത് മുന്നോട്ട് വരട്ടെ, അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ചാനൽ പ്ലീസ് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഗുഡ് ബൈ.